ചെറുപയർ കറി എല്ലാവർക്കും ഇഷ്ടമാണ്. പുട്ടിനും അതുപോലെ ചപ്പാത്തി, ചോറ് എല്ലാത്തിനും കൂടി കഴിക്കാനും പറ്റും. വളരെ കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് നല്ല സ്വാദോട് കൂടിയിട്ടുള്ള ചെറുപയർ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സബോള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞും കിട്ടും. ഇതുകൊണ്ടാ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി പാത്രം വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, കുറച്ച് ജീരകം, ഒരു ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളക് അതും 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം സബോള ചേർത്ത് കൊടുക്കാം. സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സബോള അങ്ങനെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. തക്കാളിയും നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും നന്നായിട്ടൊന്നിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. കണ്ട ഇതേപോലെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഈ സബോള ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ, ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇതിലേക്ക് നമ്മൾ ആ ചോപ്പ് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളി വേഗം തന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരും. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വയ്ക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പോൾ കണ്ട തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വേവിക്കണം കേട്ടോ. ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ല സ്വാദോട് കൂടിയിട്ടുള്ള ചെറുപയർ കറി റെഡിയായി. വളരെ എളുപ്പമാണ്, അധികം മസാലകളൊന്നുമില്ല. പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാം.